ഹിന്ദുവിൽ അച്ചടിച്ച് വന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന BJP വിരുദ്ധ മനസ്സുകളിൽ മുഖ്യമന്ത്രി വിശ്വാസമാണ്. BJPക്കെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് BJP വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ്. അപ്പം അതിനെ പൊളിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിൽ തലക്ക് RSS വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ പൊളിച്ചാൽ മാത്രമേ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ. ഇനിയും അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ്. വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ UDFന് ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാടാണ് ഇതിൽ UDF സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിൽ UDFന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയ കലാപമില്ല, വർഗീയ ധ്രുവീകരണമില്ല. ഏത് വർഗീയ മതവർഗീയ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്, ഇടതുപക്ഷ സർക്കാരിനുള്ളത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതവർഗീയത ആളിക്കത്തിച്ച് അവരെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയൊരു ശ്രമം ചിലർ നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തുന്നവർക്ക് ഇടതുപക്ഷം കണ്ണിലെ കരടാണ്. കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ്. ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കും എന്നവർക്കറിയാം. അതിനെ പൊളിച്ചാൽ മാത്രമേ, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാൽ മാത്രമേ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് അറിയുന്ന ശക്തികളാണ് ഇതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. ഇവരെയൊക്കെ പാലൂട്ടി വളർത്തുകയാണ് UDF ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻ്റർവ്യൂ. അതിൽ മറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു എയർപോർട്ടിൽ നിന്നും പിടിച്ചാൽ ആ എയർപോർട്ടിൻ്റെ പേര് കൂടി വരും. ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നാണ് സ്വർണം പിടിച്ചെങ്കിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് വരും. കൊച്ചി എയർപോർട്ടാണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങളെ ആകെ മോശമാക്കലാണോ? അങ്ങനെയാണോ? അങ്ങനെ പറയുന്ന രീതി ശരിയാണോ? അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയാറില്ലേ, കൊച്ചി എയർപോർട്ട് എന്ന് പറയാറില്ലേ? അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളാകെ മോശമാണ്. ഇനി ഇത് കടത്തുന്ന ആളുകളൊക്കെ തന്നെ പല ഭാഗത്തുള്ളവരാണ്, പല ഭാഗത്തുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ട ഒരു സംശയങ്ങൾക്ക് വേണ്ട. ഇത് ഞാനിപ്പറഞ്ഞ പൊളിറ്റിക്സാണ്. ഈ പൊളിറ്റിക്സാണ്. കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്തോളം മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനാകില്ല എന്നറിയുന്ന ശക്തികളാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്.